അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ 2, 3, 4 പാദത്തിലുള്ളവർക്കും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഇവർക്ക് 11ലാണ് വ്യാഴശുക്രന്മാർ. അത് അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്. ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും പ്രവർത്തന മേഖലയിൽ, പ്രവർത്തന മണ്ഡലത്തിൽ, ജോലി സ്ഥലത്താണെങ്കിലും അഥവാ അവരവർ ചെയ്യുന്ന മറ്റ് സ്വന്തമായിട്ടുള്ള ബിസിനസ്സിലുമൊക്കെ അനുകൂലമായിട്ടുള്ള പല അംഗീകാരങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് നല്ലതാണ്, ലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തം പ്രവർത്തന മണ്ഡലത്തിൽ ബിസിനസ്സിലും മറ്റുമൊക്കെ നൂതനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഉള്ള പദ്ധതി വിപുലീകരിക്കാനും ഒക്കെ ആലോചിക്കും. അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് മുഖേന അല്ലെങ്കിൽ പരിചയക്കാരോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരിൽ നിന്നും പുതിയ ചില സംരംഭങ്ങൾക്ക് ആലോചന ഉണ്ടാവുകയും അത് വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന കാലമാണ്. ധനപരമായിട്ട് ധനം വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കുടിശ്ശിക ഒക്കെ പണ്ടുണ്ടായിരുന്ന കുടിശ്ശികയും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ നൂതനമായിട്ടുള്ള പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ലത് തന്നെയാണ്. എന്നാൽ കുറച്ച് കൂടുതൽ എക്സേഷനും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന ചില ശാരീരിക ക്ഷീണങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ബ്ലഡ് പ്രഷറും മറ്റുമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം എന്നർത്ഥം. അവർ വേണ്ടത്ര വിശ്രമം എടുക്കുകയും ആവശ്യമായ ഉറക്കം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. കുടുംബാംഗങ്ങളുമായിട്ട് അവരുടെ ഒന്നിച്ച് ഉള്ള യാത്രകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂടിച്ചേരലുകളിൽ കൂടെ ഉണ്ടാകേണ്ട സന്തോഷങ്ങൾ ഉണ്ടാകാൻ പറ്റിയ കാലമാണ്. അവർ പരസ്പരം യോജിച്ച് ചില യാത്രകൾ നടത്തുക, ഒന്നിച്ച് ചേർന്ന് ചില കാര്യങ്ങൾ വീട്ടിൽ വെച്ച് നടത്തുക, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകേണ്ട സന്തോഷം ഉണ്ടാകും. അതൊക്കെ നടക്കും. അതുകൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഒരു പരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ വിളക്കുമാല, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണല്ലോ. അപ്പോൾ അവിടെ അതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും അതിലും കൂടുതലായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രയോജനം ഉണ്ടാകുന്നതാണ്.